ഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് എവറസ്റ്റ് കൊടുമുടിയെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിന് 8848 മീറ്റർ അഥവാ 29,029 അടി ഉയരമുണ്ട്. കരയിലെ ഏറ്റവും ഉയരമുള്ള ഈ കൊടുമുടിയെപ്പോലും ഉള്ളിലൊതുക്കാനാവുന്ന മഹാ ആഴമേറിയ സ്ഥലം ഏതാണ് എന്ന് ചോദിച്ചാൽ ഒട്ടുമിക്ക ആളുകൾക്കും അതിനെക്കുറിച്ച് കൂടുതലായി അറിവുണ്ടായിരിക്കില്ല. അത്തരത്തിലുള്ള ഭൂമിയിലെ ഏറ്റവും ആഴമേറിയതും ചുരുളഴിയാത്ത ഒട്ടേറെ രഹസ്യങ്ങളുമുള്ള മരിയാന ട്രെഞ്ചിനെ കുറിച്ചാണ് ഞങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ജപ്പാൻ, ഫിലിപ്പീൻസ്, പപ്പുവ ന്യൂഗിനിയ എന്നീ രാജ്യങ്ങൾക്കിടയിൽ 2500 കിലോമീറ്ററിലധികമായി സമുദ്രത്തിനിടയിൽ വ്യാപിച്ചു കിടക്കുന്ന മലനിരകളും മലയിടുക്കുകളും നിറഞ്ഞ ഒരു മേഖലയാണ് മരിയാന ട്രെഞ്ച്. 69 കിലോമീറ്റർ വീതിയുള്ള ഈ മരിയാന ട്രെഞ്ച് സ്ഥിതി ചെയ്യുന്നത് പസഫിക് സമുദ്രത്തിലെ മരിയാന ദ്വീപുകൾക്ക് സമീപമായിട്ടാണ്. കുറച്ചുകൂടി മനസ്സിലാകുന്ന രീതിയിൽ പറയാം, ഫിലിപ്പീൻസിനും അമേരിക്കയ്ക്കുമിടയിൽ ഫിലിപ്പീൻസിനോട് ചേർന്ന് കിടക്കുന്ന രീതിയിലാണ് മരിയാന ട്രെഞ്ച് സ്ഥിതി ചെയ്യുന്നത്. ഒന്നുകൂടി സിമ്പിളായി പറയുകയാണെങ്കിൽ ചന്ദ്രക്കലയുടെ രൂപത്തിലുള്ള വലിയൊരു കുഴി എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ പറയാം. 1872 ബ്രിട്ടന്റെ റോയൽ നേവി കപ്പലായ HMS ചലഞ്ചറിൽ സമുദ്രങ്ങളുടെ ആഴവും അടിത്തട്ടും ഘടനയും പഠിക്കുവാൻ ഗവേഷകർ യാത്ര തിരിച്ചു. സമുദ്രയാത്രകളിൽ അപകടം ഒഴിവാക്കാനായി ആഴം കൂടിയ പ്രദേശങ്ങൾ കണ്ടെത്തുക എന്ന മറ്റൊരു ലക്ഷ്യം ഇവർക്ക് ഉണ്ടായിരുന്നു. കാരണം അന്നത്തെ ആ കാലഘട്ടത്തിലെ ആളുകൾ ഏറ്റവും കൂടുതൽ സഞ്ചരിച്ചിരുന്നത് കപ്പൽ മാർഗമായിരുന്നു. അങ്ങനെ നീണ്ട 4 വർഷത്തിൽ 70,000 കിലോമീറ്റർ യാത്ര അവർ നടത്തി. ഓരോ 140 കിലോമീറ്ററിലും നീളമുള്ള കയറിൽ ഈയക്കട്ടകൾ കെട്ടി കടലിലേക്കിട്ട് അവർ ആഴമളക്കും. കടലിലേക്കിടുന്ന ഈയക്കട്ടകൾ അടിഭാഗത്ത് തട്ടിക്കഴിയുമ്പോൾ അതുവരെയുള്ള കയറിന്റെ നീളം അളന്ന് ആ ഭാഗത്തുള്ള ആഴം അവർ രേഖപ്പെടുത്തി വയ്ക്കും. അങ്ങനെ അവർ പസഫിക് സമുദ്രത്തിൽ മരിയാന ട്രെഞ്ചിന് മുകളിലെത്തി കയർ താഴ്ത്തുവാൻ തുടങ്ങി. എത്ര താഴ്ത്തിയിട്ടും അതിനൊരു അവസാനമുണ്ടായി. ഈയക്കട്ട കയറിനെ താഴ്ത്തിക്കൊണ്ടേയിരുന്നു. ഒടുവിൽ 26,850 അടി അഥവാ 8,183 മീറ്റർ ആഴത്തിലാണ് ഇത് ചെന്നു നിന്നത്. അതായത് അന്നേ വരെ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും ആഴമേറിയ സമുദ്രഭാഗം. ഇത് ശാസ്ത്രലോകത്തെ തന്നെ ഞെട്ടിച്ചു കളഞ്ഞു. തുടർന്നുള്ള ഗവേഷണത്തിൽ ആ ഭാഗത്തെ കടലിന്റെ അടിത്തട്ട് ആദ്യം കുത്തനെ ചെരിഞ്ഞിറങ്ങുന്നതും പിന്നീട് കുറച്ചു ദൂരം പരന്നു കിടക്കുന്നതും പിന്നെ അതിലും മുന്നോട്ട് പോകുമ്പോൾ കിലോമീറ്ററുകൾ നീണ്ട് കുത്തനെ വീണ്ടും ഗർത്തമാണെന്നും അവർ കണ്ടെത്തി. മരിയാന ട്രെഞ്ചിന്റെ അളന്നെടുത്തിട്ടുള്ള ഏറ്റവും കൂടിയ ആഴമെന്ന് പറയുന്നത് 11 കിലോമീറ്ററോളമാണ്. കുറച്ചുകൂടി സിമ്പിളായിട്ട് പറഞ്ഞാൽ ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ എവറസ്റ്റ് കൊടുമുടിയെ നമ്മൾ ഈ കുഴിയിൽ കൊണ്ടുപോയി വെച്ചാൽ എവറസ്റ്റിന്റെ ഏറ്റവും ഉയരമേറിയ ആ ഒരു പോയിന്റ് മുതൽ ജലനിരപ്പ് വരെ വീണ്ടും 2 കിലോമീറ്റർ കൂടുതൽ വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ അത്രത്തോളം ആഴമേറിയ വലിയൊരു കുഴിയാണ് ഈ മരിയാന ട്രെഞ്ച് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ മരിയാന ട്രെഞ്ചുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രചരണങ്ങളും കുപ്രചരണങ്ങളും കെട്ടുകഥകളും ആ കാലഘട്ടത്തിൽ പരക്കുവാനും ആരംഭിച്ചു. അതിൽ ഒന്ന് മരിയാന ദ്വീപുകളിൽ ദൈവം കുടിയിരിക്കുന്നുണ്ട് എന്നായിരുന്നു. എങ്ങനെയാണ് ഇത്ര വലിയൊരു കുഴി സമുദ്രത്തിൽ രൂപപ്പെട്ടത് എന്ന് നോക്കുമ്പോൾ 17 കോടി വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിലെ ടെക്ടോണിക് ഭൗമപാളികളിൽ പരസ്പരം വികർഷിച്ചതിന്റെ ഫലമായിട്ടാണ് ഇത്തരത്തിലുള്ളൊരു വലിയൊരു പാതാളക്കുഴി ഈ പസഫിക് സമുദ്രത്തിൽ രൂപപ്പെട്ടിട്ടുള്ളത്. ഇത്രയേറെ ആഴമുള്ള മരിയാന ട്രെഞ്ച് ആ കാലഘട്ടത്തിലെ മനുഷ്യർക്ക് വലിയൊരു അത്ഭുതം തന്നെയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ടെക്നോളജി ഒന്നുകൂടി പുരോഗമിക്കുന്നതും സോണാർ കണ്ടുപിടിക്കുന്നതും. സോണാർ കപ്പലിൽ ഘടിപ്പിക്കുകയും അതിൽ നിന്നും അൾട്രാസൗണ്ടിനെ കടലിന്റെ ആഴങ്ങളിലേക്ക് പറഞ്ഞു വയ്ക്കുകയും ചെയ്യുന്നു. കടലിന്റെ അടിത്തട്ടിൽ നിന്ന് തട്ടി ആ ശബ്ദതരംഗങ്ങൾ തിരിച്ചു വരുമ്പോൾ അവ തിരിച്ചെത്താനെടുക്കുന്ന സമയം അളന്നിട്ടാണ് ഓരോ പ്രദേശങ്ങളിലെയും ആഴം എത്രയുണ്ട് എന്ന് കണ്ടുപിടിക്കുന്നത്. പിന്നെ വർഷങ്ങൾ കഴിഞ്ഞ് 1951 റോയൽ നേവിയുടെ HMS ചലഞ്ചർ 2 മരിയാന ട്രെഞ്ചിലേക്ക് വിശദമായ പഠനത്തിനെത്തി. അന്ന് സോണാർ ഉപയോഗിച്ച് 35,760 അടി അഥവാ 10,900 മീറ്റർ വരെ അവർ ആഴം അളന്നെടുത്തു. HMS ചലഞ്ചർ 2 എന്ന കപ്പലിന്റെ ഓർമ്മയ്ക്കായി ഈ കണ്ടെത്തിയ ആഴത്തിന് ചലഞ്ചർ ദ്വീപ് എന്ന് പേരിട്ടു. മനുഷ്യൻ കണ്ടെത്തിയിട്ടുള്ള ഏറ്റവും ആഴം കൂടിയ സ്ഥലമാണ് മരിയാന ട്രെഞ്ചിന്റെ ചലഞ്ചർ ദ്വീപ് എന്ന ഭാഗം. പസഫിക് സമുദ്രത്തിന്റെ പടിഞ്ഞാറൻ മേഖലയിൽ ഗുവാം ദ്വീപിൽ നിന്നും 340 കിലോമീറ്റർ അകലെയാണിത്. 1953 സ്വിസ് ഗവേഷകരായ ആഗസ് പിക്കാർ ഇറ്റാലിയൻ സമുദ്രാന്തർമർദ്ദം അതിജീവിക്കുന്ന വാഹനത്തിന് ശ്രമം തുടങ്ങി. കാരണം കടലിന്റെ ആഴങ്ങളിലേക്ക് പോകും തോറും അതിന്റെ പ്രഷർ കൂടിക്കൊണ്ടേയിരിക്കും. 7 വർഷമെടുത്തു അദ്ദേഹത്തിന്റെ ആ പരീക്ഷണം വിജയിക്കാൻ. അങ്ങനെ ഉരുക്കുപാളികളിൽ 50 അടി നീളത്തിൽ ട്രിയസ്റ്റ എന്ന സമുദ്രാന്തർ പര്യവേഷണ വാഹനം അദ്ദേഹം തയ്യാറാക്കി. 3.5 വർഷം കൊണ്ട് 5600 മീറ്റർ ആഴത്തിൽ വരെ പരീക്ഷണം നടത്തിയതിനു ശേഷമായിരുന്നു ചരിത്രം കണ്ട മഹാദൗത്യം നടപ്പിലാക്കിയത്.
അങ്ങനെ അമേരിക്കൻ നേവിയിൽ ലഫ്റ്റനന്റ് ആയിരുന്ന ഡോൺ വാൾഷ്, അഗസ് പിക്കാറിന്റെ മകൻ ജാക്സ് പിക്കാർ എന്നിവർ 1960 ജാനുവരി 23 ട്രിയസ്റ്റ എന്ന സമുദ്രാന്തർ പ്രഷർ അതിജീവിക്കുന്ന വാഹനത്തിൽ മറിയാന ട്രെഞ്ചിന്റെ അടിത്തട്ടിലെത്തി. എന്നാൽ പകുതി ദൂരത്തിൽ വെച്ചു തന്നെ മർദ്ദത്തിൽ നിന്നും സംരക്ഷണം നൽകിയിരുന്ന ഗ്ലാസ് നിർമ്മിത ഇരട്ടക്കവചങ്ങളിലൊന്ന് തകരുകയായിരുന്നു. എങ്കിലും മരണം മുന്നിൽ കണ്ടുകൊണ്ട് അവർ യാത്ര തുടർന്നു. അങ്ങനെ 4 മണിക്കൂർ 48 മിനിറ്റ് കൊണ്ട് അവർ 35,800 അടിയിൽ ചലഞ്ചർ ഡീപ്പിലെത്തി ചരിത്രമെഴുതി. ഒടുവിൽ കടലിന്റെ അടിത്തട്ടിൽ നിന്നും ചെളിയിളകി കാഴ്ച മറഞ്ഞപ്പോൾ അവർ തിരികെ മടങ്ങുകയായിരുന്നു. അന്നത്തെ ആ 9 മണിക്കൂറിൽ അവർ ഒട്ടേറെ നിഗൂഢതകളാണ് ലോകത്തിന് മുൻപിൽ വെളിപ്പെടുത്തിയത്. സൂര്യപ്രകാശം ഒട്ടും തന്നെ കടന്നു ചെല്ലാത്ത ഒരിടമാണ് മറിയാന ട്രെഞ്ചിന്റെ ചലഞ്ചർ ഡീപ്പ് എന്ന ആഴമേറിയ ഭാഗം. അവിടുത്തെ പ്രഷർ എന്ന് പറയുന്നത് 16,000 പാസ്കലാണ്. അതായത് ഒരാളുടെ തലയിൽ 100 ആനകളെ വെച്ചു കഴിഞ്ഞാൽ എത്രത്തോളം പ്രഷർ അയാൾക്ക് അനുഭവപ്പെടും? എങ്ങനെയിരിക്കും? അയാൾ ചിന്ന ഭിന്നമായി പോകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അത്രത്തോളം പ്രഷറാണ് മറിയാന ട്രെഞ്ചിന്റെ അടിത്തട്ടിലുള്ളത്. അതോടൊപ്പം തന്നെ അന്നുവരെ കണ്ടിട്ടില്ലാത്ത ഒരുപാട് തരത്തിലുള്ള ജീവജാലങ്ങളെയും അവർക്കന്ന് കണ്ടെത്താനായി. ജീവിവർഗങ്ങളിൽ ഏറ്റവും വലിപ്പമുള്ള സ്പാം വൈൽ, ഓർക്ക തിമിംഗലങ്ങൾ, തിമിംഗല സ്രാവുകൾ, ഭീമൻ നീരാളിയായ ജൈന്റ് പസഫിക് ഒക്ടോപ്പസ്, ജാപ്പനീസ് സ്പൈഡർ ക്രാബ്, ബ്ലാക്ക് ഡ്രാഗൺ ഫിഷ്, ആംഗ്ലർ ഫിഷ് തുടങ്ങിയ അപൂർവ ജീവികളും അവിടെ വസിക്കുന്നുണ്ട്. ചലഞ്ചർ ഡീപ്പിൽ നിന്നും അവർ ശേഖരിച്ച ചെളിയിൽ 200 വ്യത്യസ്ത ഇനങ്ങളിലുള്ള സൂക്ഷ്മജീവികളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇതേ തുടർന്ന് ജപ്പാൻ ഇത്തരത്തിൽ തന്നെ മറിയാന ട്രെഞ്ചിന്റെ ആഴം അളക്കാൻ വേണ്ടി ആളില്ലാത്തൊരു ഉപകരണം ഈ പ്രദേശത്തേക്ക് അയച്ചു. എന്നാൽ ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ തന്നെ ആ സബ്മറൈനും അതിനെ കണക്ട് ചെയ്തിരുന്ന കപ്പലുമായുള്ള സകല ബന്ധങ്ങളും നഷ്ടപ്പെട്ടു. തുടർന്ന് അതിന്റെ അധികൃതർ തന്നെ ഏതാനും മിനിറ്റുകൾക്ക് ശേഷം ആ സബ്മറൈനെ കണ്ടെത്തിയെങ്കിലും അതിനൊരു വ്യത്യാസം സംഭവിച്ചിരുന്നു. ഏതോ ഒരു വലിയ ജീവി ആ സബ്മറൈനിൽ വന്ന് കടിച്ചിട്ടുണ്ടായിരുന്നു. 27 സെന്റിമീറ്റർ വീതിയുള്ള ആ ഉപകരണത്തിന്റെ വയറുകളെല്ലാം ആ ജീവി കടിച്ച് നശിപ്പിച്ചിരുന്നു. ഈ വാർത്ത ലോകം മുഴുവനും പരന്നു. ഒടുവിൽ കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ ജീവിച്ചിരുന്ന മെഗാലോഡോൺ എന്ന പേരുള്ള ഒരു സ്രാവാണ് ആ സബ്മറൈനിൽ കടിച്ചത് എന്ന് അനുമാനത്തിൽ ഗവേഷകരെല്ലാം എത്തിച്ചേരുകയുണ്ടായി. ശാസ്ത്രലോകത്തിനു തന്നെ ഇതൊരു വലിയ ആശ്ചര്യമായിരുന്നു. 2 മനുഷ്യരുടെ വലിപ്പമുള്ള തലയും 20 മീറ്ററോളം നീളവുമുണ്ട് ഈ മെഗാലോഡോൺ സ്രാവിന്. ടൈറ്റാനിക്, അവതാർ തുടങ്ങിയ ചിത്രങ്ങളിലൂടെ പ്രശസ്തനായ ഹോളിവുഡ് സംവിധായകൻ ജെയിംസ് കാമറൂൺ 2012 മാർച്ച് 26 മറിയാന ട്രെഞ്ചിന്റെ ദുരൂഹത തേടി ഇറങ്ങിയിരുന്നു. ഡീപ് സീ ചലഞ്ചർ എന്ന പ്രത്യേകം രൂപകൽപ്പന ചെയ്ത കപ്പലിൽ 70 മിനിറ്റോളം യാത്ര ചെയ്ത് അദ്ദേഹം മറിയാന ട്രെഞ്ചിന്റെ ആഴമേറിയ ഭാഗമായ ചലഞ്ചർ ഡീപ്പിലെത്തി. എന്നാൽ അവിടെ വ്യത്യസ്തമായ യാതൊന്നിനെയും അദ്ദേഹത്തിന് കണ്ടെത്താനായില്ല. ഏറെക്കുറെ 800 മീറ്ററുകൾ പിന്നിട്ടപ്പോൾ തന്നെ സൂര്യപ്രകാശം പൂർണ്ണമായും നഷ്ടപ്പെട്ടു എന്നും പിന്നീട് മുഴുവൻ ഇരുട്ടായിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ റീസെന്റ് ആയിട്ട് 2019 വിക്ടർ വെസ്കോവ എന്ന വിരമിച്ച നാവിക ഉദ്യോഗസ്ഥൻ മറിയാന ട്രെഞ്ചിന്റെ ആഴങ്ങളിലേക്ക് സഞ്ചരിക്കുകയുണ്ടായി. അന്ന് അദ്ദേഹം കുറച്ച് പുതിയ ജീവജാലങ്ങളെ കണ്ടെത്തിയിരുന്നു. അദ്ദേഹം കണ്ടെത്തിയ പുതിയൊരു ജീവിയാണ് സ്നെയിൽ ഫിഷ്. വളരെയധികം മൃദുലമായൊരു ശരീരമാണ് ഈ മത്സ്യത്തിനുള്ളത്. പക്ഷേ ഇത്രയും അധികം ആഴത്തിൽ സമുദ്രനിരപ്പിനേക്കാൾ 1000 മടങ്ങ് വരുന്ന ആ ഒരു വലിയ പ്രഷറിൽ എങ്ങനെയാണ് ഇത്രയും മൃദുലമായ ശരീരമുള്ള മത്സ്യങ്ങൾ ജീവിക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് വ്യക്തമായൊരു മറുപടി നൽകാൻ ഇന്നും ശാസ്ത്രലോകത്തിനായിട്ടില്ല. അദ്ദേഹം കണ്ടെത്തിയ മറ്റൊരു കാര്യമായിരുന്നു പ്ലാസ്റ്റിക്. പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം നമ്മുടെ ലോകത്തെ എത്രമാത്രം നശിപ്പിച്ചു കഴിഞ്ഞു എന്നുള്ളത് ഈ കാര്യത്തിൽ നിന്നും മനസ്സിലാക്കാം. അതുപോലെ തന്നെ മറിയാന ട്രെഞ്ചുമായി ബന്ധപ്പെട്ട് ഒരുപാട് കെട്ടുകഥകൾ ഇന്നും പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. മറിയാന ട്രെഞ്ചിന്റെ അടിത്തട്ടിലുള്ള ബാക്ടീരിയകളെയും അമീബകളെയും ഒക്കെ നമ്മുടെ കണ്ണുകൾ കൊണ്ട് നമുക്ക് കാണാൻ കഴിയുമെന്നും അവിടെയുള്ള മണ്ണിരകൾക്ക് 1 മീറ്ററോളം നീളമുണ്ട് എന്നുമാണ് കെട്ടുകഥകൾ പ്രചരിക്കുന്നത്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും ആഴമേറിയ മറിയാന ട്രെഞ്ചിനെ കുറിച്ചും അതിലെ ചലഞ്ചർ ഡീപ്പ് എന്ന ആഴം കൂടിയ ഭാഗത്തെക്കുറിച്ചും നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിലും നല്ല ഒരുപാട് വീഡിയോകളുമായി വീണ്ടും കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്.